പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷഭരിതമാക്കുകയാണ് ചെങ്കടൽ മേഖല. ഹൂതികളും അമേരിക്കയും നേർക്കുനേറുള്ള യുദ്ധത്തിനുള്ള പുറപ്പാടിലാണ്. എന്താണ് ഹൂതികളുടെ ചരിത്രമെന്ന് പറഞ്ഞു തന്നെ തുടങ്ങാം. അടിക്ക തിരിച്ചടി എന്നതാണ് ഇപ്പോഴത്തെ നയം. യമനിലെ സായുധ സംഘമാണ് ഹൂതികൾ, ഷിയ വിഭാഗക്കാർ. യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഹൂതികളുടെ കയ്യിലാണ്. ഇവർ സ്വന്തമായി കറൻസി അച്ചടിക്കുന്നു. സൈന്യത്തിന്റെ നിയന്ത്രണം ഭൂരിഭാഗവും ഇവരുടെ കൈവശമാവുകയും ചെയ്തു. ചെങ്കടൽ തീരത്തെ ഒരു രാജ്യമാണ് യമൻ. ഏകദേശം 28 കിലോമീറ്റർ മാത്രമാണ് ഈ ചെങ്കടൽ തീരത്ത് വീതിയുള്ളത്. ആ പ്രദേശത്ത് നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ചെങ്കടൽ തീരത്താണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ പോകുന്ന വഴി. അതായത് ലോകത്തിന്റെ വ്യാപാരം മുഴുവൻ നടക്കുന്ന മേഖല എന്ന് പറയുന്നത് ഈ ചെങ്കടൽ പാതയാണ്. ഈ ചെങ്കടൽ പാതയിൽ ആക്രമണം നടത്തുമ്പോൾ അത് ലോകത്തിന്റെ വ്യാപാരത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നായി മാറുന്നു. ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു മുന്നറിയിപ്പ് വരുന്നത്. ഇസ്രയേലിൽ നിന്ന് വരുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നായിരുന്നു ഹൂതികളുടെ മുന്നറിയിപ്പ്. പക്ഷേ ആക്രമിച്ചത് മുഴുവൻ ഇസ്രയേലിന്റെ കപ്പലുകളായിരുന്നില്ല. പല രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ആക്രമിച്ചു. ഈ നവംബർ 19 മുതൽ ഈ ദിവസം വരെ 27 കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. അതിൽ തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന കപ്പൽ പോലും ആക്രമിക്കപ്പെട്ടു. ഇതിന് പിന്നാലെ 12 രാജ്യങ്ങൾ ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകി. എത്രയും വേഗം ഈ ആക്രമണം അവസാനിപ്പിക്കണം, സമാധാനത്തിന്റെ പാതയിലേക്ക് പോകണമെന്ന ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകി. ഈ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെ അടുത്ത ആക്രമണം ഹൂതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഹൂതി കേന്ദ്രങ്ങളിലേക്ക് പിന്നാലെ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ വ്യോമാക്രമണം നടത്തുകയാണ്. കൂടുതൽ കടുത്ത യുദ്ധമുറകളിലേക്ക് പോകുമെന്നാണ് മുന്നറിയിപ്പ്. തിരിച്ചടിക്കുമെന്നാണ് ഹൂതികളുടെ മറുഭീഷണി.